ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ലോജിക് ഗേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ മെയിനായിട്ട് 7 ലോജിക് ഗേറ്റ്സ് ആണ് ഉള്ളത്. 7 ലോജിക് ഗേറ്റ്സ്. സാധാരണ വളരെ സിമ്പിളാണ് എങ്കിലും പലപ്പോഴും തെറ്റ് സംഭവിക്കാവുന്ന ഒരു ഏരിയയാണ് ഈ ലോജിക് ഗേറ്റ്സിലുള്ളത്. കൂടുതൽ പേരും കാണാതെ പഠിച്ച് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇതെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. 7 ഗേറ്റ്സും കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അല്പം കൺഫ്യൂഷൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഇതിൽ ഒരു ഗേറ്റ് പോലും നമ്മൾ കാണാതെ പഠിക്കേണ്ടതില്ല. പകരം ചെറിയൊരു നേക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ പറ്റും. നോക്കാം. ആദ്യമായി ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്താണ്? ഓർ ഗേറ്റ്, അതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ എഴുതാം, അതിന്റെ സിമ്പൽ എങ്ങനെ വരയ്ക്കാം, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം സിമ്പൽ വരയ്ക്കുന്നു. രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് സാധാരണയായി ലോജിക് ഓർ ഗേറ്റിന് ഉണ്ടായിരിക്കുക. മിനിമം 2 ഇൻപുട്ടും മാക്സിമം ഒരു ഔട്ട്പുട്ട് മാത്രം. മിനിമം 2 ഇൻപുട്ട്, 2ൽ കൂടുതൽ എത്ര വേണമെങ്കിലും വരാം. അപ്പോൾ ഞാൻ ഒരു പേര് കൊടുക്കുന്നു, എ എന്നും ബി എന്നും. ഔട്ട്പുട്ടിൽ ഞാൻ സി എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. എ ബി സി. ഞാൻ ആദ്യം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് നമുക്ക് നോക്കേണ്ടത് 0യും 1ഉം മാത്രമാണ്. ഇൻപുട്ടിൽ 0 അല്ലെങ്കിൽ 1. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഇവിടെ 2 ഇൻപുട്ട് ഉള്ളത് കൊണ്ട് 2ലും എനിക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് 0 അല്ലെങ്കിൽ 1 അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഞാൻ 0 കൊടുക്കുന്നു. ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. എങ്ങനെ എന്ന് നോക്കാം. അതല്ലെങ്കിൽ അടുത്ത് നെക്സ്റ്റ് 0 1 കൊടുക്കുന്നു. ഔട്ട്പുട്ട് 1 ആയിരിക്കും. അടുത്ത് 1 0 കൊടുക്കുന്നു. ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 1 കൊടുക്കുന്നു. ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇതാണ് ഓർ ഗേറ്റിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫംഗ്ഷൻ. എങ്ങനെ ഇത് മനസ്സിലാക്കി വെക്കാം എന്നുള്ളത് നോക്കാം. ഇൻപുട്ട് എയും ബിയും ആണ്, ഔട്ട്പുട്ട് സി ആണ്. ഇതിന്റെ പേര് ഓർ ഗേറ്റ് എന്നാണ്. ഓർ എന്നാൽ എ ഓർ ബി, എ ഓർ ബി അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി. ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി എ അല്ലെങ്കിൽ ബി മതി. ഉദാഹരണത്തിന് നമ്മൾക്ക് ഈ പെൻ എടുക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരാൾ മതി. ഞാൻ അല്ലെങ്കിൽ വേറൊരാൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കായാലും ഈ പെൻ എടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ 2 പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഒരാളായിട്ടാണെങ്കിലും കൊണ്ടുപോകാം, 2 പേർക്കാണെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ എ അല്ലെങ്കിൽ ബി ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ നടക്കും, അതായത് ഔട്ട്പുട്ട് ഉണ്ട്. 2 പേരും ഇല്ല എന്നുണ്ടെങ്കിൽ, 2 പേരും ഇല്ല എങ്കിൽ ഔട്ട്പുട്ട് 0. ഒരു കാരണവശാലും ഇതിനെ മൂവിപ്പിക്കാൻ പറ്റത്തില്ല. 2 പേര് ഇല്ല എന്ന്, ഒരാൾ മിനിമം ഒരാളെങ്കിലും വേണം. അപ്പോൾ എ ഇല്ല, ബി ഉണ്ട്, നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. എ ഉണ്ട്, ബി ഇല്ല, നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. 2 പേരും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ കഴിയും. ഇതാണ് ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളും സിമ്പലും ഇതിന്റെ ഫംഗ്ഷനും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ആൻഡ് ഗേറ്റ് നോക്കാം. ആൻഡ് ഗേറ്റ് നമ്മളിങ്ങനെ സിമ്പൽ ഇതിങ്ങനെ വരയ്ക്കുന്നു, എ എൻ ഡി, ആൻഡ് ഗേറ്റ്. ഓക്കെ, ഇതുപോലെ 2 ഇൻപുട്ട്, മിനിമം 2 ഇൻപുട്ടും മാക്സിമം ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. സി എന്ന് കൊടുക്കുന്നു, എ ബി. ഇതിന്റെ പേരെന്താണ്? ആൻഡ് എന്നാണ്. ആൻഡ് എ ആൻഡ് ബി അല്ലെങ്കിൽ എ ആൻഡ് ബി. എയും ബിയും ഉണ്ടെങ്കിലേ എന്ത് സംഭവിക്കത്തുള്ളൂ, ഇതിനെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഉദാഹരണത്തിന് വലിയൊരു മേശ നമ്മൾ കൊണ്ടുപോകുന്നു എന്ന് വയ്ക്കുക.
ഒരാളെ കൊണ്ട് വലിയ വെയിറ്റ് ഉള്ള ഒരു മേശ ഒരാളെ കൊണ്ട് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല. 2 പേര് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ ഇൻപുട്ടിൽ 2 പേരും ഉണ്ടെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ഉണ്ടാവും. എയും വേണം ബിയും വേണം. അപ്പം നോക്കാം. 0 0 ഔട്ട്പുട്ട് 0. 2 പേരും ഇല്ല, 0. എ ഉണ്ട്, ബി ഇല്ല, ഔട്ട്പുട്ട് 0. സോറി, എ ഇല്ല, ബി ഉണ്ട്, ഔട്ട്പുട്ട് 0. എ ഉണ്ട്, ബി ഇല്ല, ഔട്ട്പുട്ട് 0. എയും ബിയും ഉണ്ടെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. എ ബി സി 0 0 0 0 1 1 1 0 സോറി 0 1 0 0 1 1 1. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡും ഓറും പഠിക്കാൻ പറ്റും. ഇവിടെ വേറെ ഒന്നും നോക്കേണ്ടതില്ല. അതിന്റെ പേര് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ എഴുതാൻ പറ്റും. ഇനി സിമ്പൽ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇതിന് മാത്രം ഓർ ഗേറ്റിനാണ് ഇവിടെ ഒരു ചെറിയൊരു ആർക്ക് ഉള്ളത്. അതേസമയം ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് സെക്ഷനിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ AND അവസാനത്തെ ഡി, ഈ ഡി എടുത്ത് വരച്ചാൽ മതി ആൻഡ് ഗേറ്റ് ആയി. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഓർ ഗേറ്റ് എങ്ങനെ വരും, കൺഫ്യൂഷൻ ഇല്ലാതെ കർവ്ഡ് ആയിട്ടുള്ള സിമ്പൽ വരയ്ക്കാൻ കഴിയും. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ സിമ്പലും വരയ്ക്കാം, ആൻഡ് ഗേറ്റും നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആൻഡ് ഗേറ്റ് വരയ്ക്കാൻ അറിയാമെങ്കിൽ അതിന്റെ ചെറിയൊരു കർവ്ഡ് ഷേപ്പ് ആയിരിക്കും ഓർ ഗേറ്റിന്. അപ്പോൾ ആൻഡ് ഗേറ്റ് വരച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ഓർ ഗേറ്റ് വരയ്ക്കാം. ഇനി ഓർ ഗേറ്റിന്റെ ഫംഗ്ഷനും ആൻഡ് ഗേറ്റിന്റെ ഫംഗ്ഷനും മാറിപ്പോവാതിരിക്കാനായിട്ട് ഓർ എന്ന് പറഞ്ഞാൽ എ ഓർ ബി, എ അല്ലെങ്കിൽ ബി. ആൻഡിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എയും എ ആൻഡ് ബി, എയും ബിയും. അപ്പോൾ ചിലരൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്, ഇതിങ്ങനെ ഞാൻ പറയാൻ കാര്യം, ചിലർ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിൽ ചിലർ പഠിച്ചു വെച്ചിരിക്കുന്നത് ഓർ എന്നാൽ അഡിഷനും ആൻഡ് എന്നാൽ മൾട്ടിപ്ലിക്കേഷനും ആയിട്ടാണ്. അപ്പോൾ ഓർ അഡിഷൻ ആയിട്ട് പഠിക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉള്ളത് 0 0 0 ഓക്കെ, 0 1 1 1 0 1 ഓക്കെ. ഇനി സമ്മ് എന്ന് പറയുമ്പോൾ 1 1 0 ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ 0 to carry 1 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഈ സെക്ഷനിൽ എത്തുമ്പോൾ ഔട്ട്പുട്ടിൽ ചെറിയൊരു കൺഫ്യൂഷന് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഓർ എന്നും ആൻഡ് എന്നും പഠിച്ചു വെച്ചിരുന്നാൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒരു കാരണവശാലും ഇവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഓർ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് എ ഓർ ബി, ആൻഡ് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് എ ആൻഡ് ബി. അതിന്റെ സിമ്പൽ വരയ്ക്കാനും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രമേ കാണത്തുള്ളൂ. സിമ്പൽ ഇതാ ഇങ്ങനെ വരും, എ ബി. ഇലക്ട്രോണിക്സിൽ ഇതിൽ ചെറിയ വ്യത്യാസം വെച്ച് രണ്ട് സിമ്പൽ കൂടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇങ്ങനൊരു സിമ്പൽ ഉണ്ട്, ഇത് ആംപ്ലിഫയർ ആണ്. അതുപോലെ ഇതിലൊരു വര കൊടുത്ത് ഇത് ഡയോഡുമാണ്. മാറിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ട് എയും ഔട്ട്പുട്ട് ബിയും. അപ്പോൾ എ ബി, ഇൻപുട്ടിൽ ഞാൻ 0 കൊടുത്താൽ ഔട്ട്പുട്ടിൽ 1 വരും, ഇൻപുട്ടിൽ 1 കൊടുത്താൽ ഔട്ട്പുട്ടിൽ 0 വരും. ജസ്റ്റ് കോംപ്ലിമെന്റ്, ഇത്രേ ഉള്ളൂ നോട്ട് ഗേറ്റിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതായിട്ട്. അപ്പോൾ 3 ഗേറ്റുകളാണ് നമ്മൾ പഠിച്ചത്: ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഇത് പഠിക്കുന്നതിന് വലിയ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അടുത്തുള്ളത് നോട്ട് ഗേറ്റാണ്, നാൻഡ് ഗേറ്റാണ്. നാൻഡ് അല്ലെങ്കിൽ നോർ തുടങ്ങാം. നോർ ഗേറ്റ്. നോർ ഗേറ്റ് ഇവിടെ N ഉണ്ട്, O ഉണ്ട്, R ഉണ്ട്. അപ്പോൾ എന്നും ഓറും. N എന്ന് വെച്ചാൽ നോട്ടാണ്, ഓർ എന്ന് വെച്ചാൽ ഓറാണ്, ഓർ ഗേറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ഓർ ഗേറ്റ് ആദ്യം വരയ്ക്കുക. എ ബി. അപ്പോൾ സി എന്തായിരിക്കും? നമ്മുടെ ഓർ ഗേറ്റിന്റെ അതേ ഔട്ട്പുട്ട് തന്നെയായിരിക്കും, എയും ബിയും സിയും. അടുത്തതായിട്ട് നോട്ട് വരയ്ക്കുക.
ഡി. അപ്പോൾ സിയുടെ കോംപ്ലിമെന്റ് ആയിരിക്കും ഡി ആയിട്ട് വരുന്നത്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കുമ്പോൾ എൻഡിലൊരു റൗണ്ട് കൊടുത്താണ് നമ്മൾ വരയ്ക്കുന്നത്. എ ബി ഡി. അപ്പോൾ ട്രൂത്ത് ടേബിൾ നോക്കുക. എ ബി സി ഡി ഇങ്ങനെ തന്നെ വരച്ചു പോവുക. ഇൻപുട്ട് 0 0. നമുക്ക് ഓർ ഗേറ്റ് അറിയാം, നോട്ട് ഗേറ്റും അറിയാം. 0 0. അപ്പോൾ ഓർ ഗേറ്റ് ആണെങ്കിൽ 0 0 1 ആണെങ്കിൽ 1 1 0 ആണെങ്കിലും 1 1 1 ആണെങ്കിലും 1. അപ്പോൾ സി ആണ് നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ട്, ഡി ആണ് നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട്. അപ്പോൾ നോട്ട് ഗേറ്റിൽ വരുമ്പോൾ ഡി ആണ് ഔട്ട്പുട്ട്. സിയുടെ നേരെ കോംപ്ലിമെന്റ് എടുത്താൽ മതി. 0 ആണെങ്കിൽ 1 1 ആണെങ്കിൽ 0 1 0 1 0. ഇത്രയേ ഉള്ളൂ നമുക്ക് നോർ ഗേറ്റിനെ പറ്റി പഠിക്കാനായിട്ട്. ജസ്റ്റ് സിമ്പിൾ ഓർ ഗേറ്റിന്റെ സിമ്പിൾ എൻ്റെ എൻഡിലായിട്ട് ഒരു റൗണ്ട് കൊടുത്താൽ മതി, ചെറിയൊരു നൊച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നോർ ഗേറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ഒരു എൻ ഉണ്ട്, പിന്നെ ആൻഡ് ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ആൻഡ് എഴുതുക. ആൻഡ് സിമ്പിൾ വരയ്ക്കാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലാസ്റ്റ് ഡി അതുപോലെ എടുത്ത് വരച്ചാൽ മതി. ഇൻപുട്ട് 2 ഇൻപുട്ട് വരയ്ക്കുക, എ ബി. അതിനുശേഷം ഔട്ട്പുട്ട് സി കൊടുക്കുന്നു. ഇതിൻ്റെ എൻഡിലൊരു എൻ ഉണ്ട്. അപ്പോൾ എൻഡിലായിട്ട് ഇത് നോട്ട് ഗേറ്റ് കൊടുത്ത് ഔട്ട്പുട്ട് ഡി എന്ന് മാർക്ക് ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കുമ്പോൾ എ ബി ഡി. ട്രൂത്ത് ടേബിൾ നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച ആൻഡ് ഗേറ്റ് രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ. അപ്പോൾ എ ബി സി ഡി 0 0 0 0 1 0 1 0 0 1 1 1. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടും നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ടുമാണ്. അതുപോലെ ഡി എന്ന് പറഞ്ഞാൽ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ടും അതേപോലെ തന്നെ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ടുമാണ്. അപ്പോൾ സിയുടെ നേരെ കോംപ്ലിമെന്റ് എടുത്താൽ മതി. 1 1 1 0. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നാൻഡ് ഗേറ്റും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്ര മാത്രമേ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ഓർ ഗേറ്റും ആൻഡ് ഗേറ്റുമാണ്, പിന്നെ നോട്ട് ഗേറ്റും. ഇതിൽ നിന്നും നാൻഡ് ഗേറ്റും നോർ ഗേറ്റും പഠിച്ചു. ഓക്കെ, ഇനി 2 ഗേറ്റ്സ് കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, എക്സോർ ഗേറ്റും എക്സ്നോർ ഗേറ്റും. ഇത് അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.